നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര വലിയവയാണ്, എത്ര ശ്രേഷ്ഠമായതാണ് എന്നത് നാം തികച്ചും അറിഞ്ഞിരിക്കേണ്ട ആവശ്യം തന്നെയാണ്. 31 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന 2 കൂട്ടർ അവർ പ്രാപിച്ചെടുക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ദൈവികമായ ഉന്നതമായ അനുഭവങ്ങൾ എത്ര വലുതാണ് എന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അവിടെ നമ്മളിങ്ങനെ കാണുകയാണ്: ഭക്തന്മാർക്കു വേണ്ടി. 2 ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി. 2 കൂട്ടരെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 1, ദൈവത്തിൻ്റെ ഭക്തന്മാർക്കു വേണ്ടി ദൈവം ചെയ്യുന്നത്. 2, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്, എടുത്ത് പറയേണ്ട കാര്യമാണ്. 1, ഭക്തന്മാർക്കു വേണ്ടി ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, കരുതി വച്ചിരിക്കുന്നത്, ചെയ്യുവാനിരിക്കുന്നത് ഒക്കെ നാം ഒന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ആഴവും ഉയരവും എത്രയെത്ര വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. രണ്ടാമതായി നാം കാണുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവിടെ കുറച്ചുകൂടെ വിവരണം നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ, മനുഷ്യർ കാണുകെ ദൈവം പ്രവർത്തിച്ചതുമായ ദൈവിക നന്മ അതെത്ര വലിയതാണ്. ചരിത്രത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ, പഴയ നിയമ ചരിത്രങ്ങളിലേക്ക്, പുതിയ നിയമങ്ങളിൽ ചരിത്രങ്ങളിലേക്കൊക്കെ ഒന്ന് നാം ഒരു എത്തിനോട്ടം നടത്തിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, ദൈവം തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ കാണുവാൻ കഴിയുന്നു, ദൈവിക പദ്ധതിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അനേകർ കാണുകെ, മനുഷ്യർ കാണുകെ ദൈവം പ്രവർത്തിച്ചതുമായ ദൈവിക നന്മ എന്ന് പറയുന്നത് അത് വർണ്ണനാതീതമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി, ദൈവിക ഭക്തന്മാർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആരാണോ അവർക്ക് വേണ്ടി ദൈവികമായ പദ്ധതികൾ എത്ര വലുതാണ് എന്ന് കാണുവാൻ കഴിയുന്നു. പൗലോസ് ഇങ്ങനെ പറയുന്നു: കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ്, വാഗ്ദത്തങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിൽ വിശ്വസിപ്പി. എൻ്റെ പിതാവിന് സ്ഥലം അനേക വാസസ്ഥലങ്ങളുള്ള ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോകുന്ന സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ മടങ്ങി വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. അപ്പോൾ നോക്കട്ടെ, നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യൻ്റെയും കണക്കുകൂട്ടൽക്കപ്പുറത്തായി, മനുഷ്യബുദ്ധികൾക്കപ്പുറത്തായി, മാനുഷികമായി ഒരുക്കിയെടുക്കുന്ന സകല പ്രോഗ്രാമിനപ്പുറത്തായി എത്രയോ ശ്രേഷ്ഠമായ
അനുഭവമാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി, നന്മ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി, ഒന്നുകൂടെ ദൈവത്തോടടുത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവ കൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.